ക്രിപ്റ്റോ കറൻസിയും ക്രിപ്റ്റോയുടെ ഫണ്ടമെന്റൽ കാര്യങ്ങളും പഠിക്കുന്ന നമ്മുടെ വീഡിയോ സീരീസിൻ്റെ 4ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രിപ്റ്റോ കറൻസിയിലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാറ്റഗറികളെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. സോ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കാണാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് മനസ്സിലാവത്തുള്ളൂ. ഇതിൻ്റെ കംപ്ലീറ്റ് ലേണിംഗ് സീരീസുകൾ നമ്മുടെ cryptomachan.com എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലും അതുപോലെ നമ്മുടെ യൂട്യൂബിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോയി കാണുക, കണ്ടിട്ട് മാത്രം ഈ ചാപ്റ്ററിലോട്ട് വരിക. സോ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അൾട്ട് കോയിനിൽ തന്നെ അവയുടെ സ്വഭാവത്തിനനുസരിച്ച് കുറേ കാറ്റഗറികളുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ട് ഇതിന്ന് റിയൽ ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇതൊക്കെ റിയൽ ആയിട്ട് നമുക്ക് എവിടെ പോയിട്ട് വാങ്ങിക്കാം, ഇതിനെങ്ങനെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ഇതൊക്കെ എങ്ങനെ ലോ പ്രൈസിന് വാങ്ങിച്ചിട്ട് സെല്ല് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ, അതായത് ഹൗ ടു ബൈ, എങ്ങനെ വാങ്ങിക്കാം, ആ ഒരു ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കാനായിട്ട് മേജറായിട്ട് 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്നാമത്തത് പിയർ ടു പിയർ. എന്താണ് പിയർ ടു പിയർ? നമ്മൾ ബിറ്റ് കോയിൻ്റെ ബ്ലോക്ക് ചെയിനെ പറ്റി പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണല്ലേ പിയർ ടു പിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിയർ ടു പിയർ ആണ്. നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കണമെങ്കിൽ ആദ്യത്തെ മാർഗ്ഗം ഈ ഒരു പിയർ ടു പിയർ ആണ്, ഒരു P2P മോഡൽ. അതായത് ഇടയ്ക്ക് ഒരു മൂന്നാമത് ഒരു ഇടനിലക്കാരനില്ലാതെ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കാം. ഓക്കെ, അങ്ങനെ സഹായിക്കുന്ന ആ ഒരു മെത്തേഡിനെ വിളിക്കുന്നതാണ് ഒരു പിയർ ടു പിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരു ബിറ്റ് കോയിൻ വിൽക്കാൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു എത്തേറിയം വിൽക്കാൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ആ ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സിലോട്ട് ആ ഒരു ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കാൻ പറ്റും. വാലറ്റ് അഡ്രസ്സ് എന്താണ് റിസീവിങ്, ഇതൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട, മുമ്പോട്ട് പോകുമ്പോൾ പഠിപ്പിച്ച് തരാം. സോ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിയർ ടു പിയർ ആണ്. ഇടയ്ക്ക് ഒരു ഇടനിലക്കാരനില്ലാതെ ഡയറക്റ്റ് വിൽക്കാൻ നിൽക്കുന്ന ആളെ കണക്ട് ചെയ്തിട്ട് വാങ്ങിക്കുന്ന ആ ഒരു സംവിധാനത്തെ P2P മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഒന്നാമത്തെ രീതിയിൽ നമുക്ക് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സിലോട്ട് ബിറ്റ് കോയിൻ വാങ്ങിക്കാം. ലോക്കലി ഉള്ള കറൻസിയിൽ നിങ്ങൾക്ക് റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പിയർ ടു പിയർ എന്ന് പറയുന്നത്. ചില എക്സ്ചേഞ്ചുകൾ, അതായത് ചില മാധ്യമങ്ങളും നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫങ്ഷൻ, ഇങ്ങനൊരു സൗകര്യം ഉണ്ടാക്കി തരുന്നുണ്ട്. അതായത് ഇങ്ങനെ വിൽക്കാനുള്ളവർ ഡയറക്റ്റ് ആ സൈറ്റിൽ പോയിട്ട് ഒരു ആഡ് ഇടും. ആ ആഡ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കറിയാം, ഈ ഒരു മേഖലയിലുള്ളവർ ഓൾറെഡി അറിയാം, ചില എക്സ്ചേഞ്ചുകൾ P2P എന്ന് പറയുന്ന ഒരു മോഡൽ എനേബിൾ ആയിട്ടുണ്ട്. ലോക്കൽ കറൻസിയിൽ ബിറ്റ് കോയിൻ വാങ്ങിക്കാനായിട്ടും, ബിറ്റ് കോയിനും USDT വാട്ടവർ ഏത് കറൻസിയും വാങ്ങിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി, P2P വഴി ബിറ്റ് കോയിൻ വാങ്ങിക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ വാങ്ങിക്കുമ്പം നമുക്കൊരു വാലറ്റ് അഡ്രസ്സ് വേണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ബിറ്റ് കോയിൻ വിൽക്കാനുണ്ട്. ഈ ഒരു ബിറ്റ് കോയിൻ നിങ്ങൾ എങ്ങോട്ടാണ് വാങ്ങിക്കുക, എവിടെയാണ് അത് റിസീവ് ചെയ്യുക, അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു സോഫ്റ്റ്വെയർ വാലറ്റുകൾ എന്ന് പറയും. ഒരുപാട് എണ്ണം ഉണ്ട്. ഞാൻ മേജറായിട്ടുള്ള 3 എണ്ണമാണ് ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, കോയിൻ ബേസ് വാലറ്റ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, നിങ്ങൾ ചിന്തിച്ച് തല പുകയ്ക്കേണ്ട. വാലറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ തന്നെ എടുക്കാം. ഫോൺ പേയിൽ നിങ്ങൾക്ക് കാശ് അയക്കണം, ക്യാഷ് റിസീവ് ചെയ്യാനും അതുപോലെ കാശ് അയക്കാനും നിങ്ങൾ ഫോൺ പേ എന്ന മാധ്യമമല്ലേ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു ക്രിപ്റ്റോ കറൻസിയിലെ ഫോൺ പേകളാണ് ഈ പറയുന്ന പോലെ മെറ്റാമാസ്കും ട്രസ്റ്റ് വാലറ്റും കോയിൻ ബേസ് വാലറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബിറ്റ് കോയിൻ റിസീവ് ചെയ്യാൻ, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ഏത് ക്രിപ്റ്റോ കറൻസി റിസീവ് ചെയ്യാനായിട്ടും ഓരോ ക്രിപ്റ്റോ കറൻസിക്കും ഓരോ അഡ്രസ്സ് ഉണ്ടാവും. ഫോൺ പേയിലെ നിങ്ങളുടെ നമ്പർ പോലെ, അല്ലെങ്കിൽ ഫോൺ പേയിലെ നിങ്ങളുടെ UPI ID പോലെ നിങ്ങൾക്ക് ഓരോ ക്രിപ്റ്റോ കറൻസിക്കും ഒരു വാലറ്റ് അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സായിരിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഇപ്പം നിങ്ങൾക്ക് ബിറ്റ് കോയിൻ വാങ്ങിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും അയച്ചു തരുന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സായിരിക്കണം അയച്ചു കൊടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ അഡ്രസ്സുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന വാലറ്റുകളാണ് പറയുന്ന പോലെ ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, കോയിൻ ബേസ് വാലറ്റ്. സോ ഒരു ഫോൺ പേയിൽ അക്കൗണ്ട് എങ്ങനെയാണോ തുറക്കുന്നത് അതുപോലെ തന്നെയാണ് ട്രസ്റ്റ് വാലറ്റിലും മെറ്റാമാസ്കിലും കോയിൻ ബേസ് വാലറ്റിലും അക്കൗണ്ട് തുറക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തുറക്കുന്നതെന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ട്രസ്റ്റ് വാലറ്റാണ്. ട്രസ്റ്റ് വാലറ്റിൽ നമുക്ക് എങ്ങനെ അക്കൗണ്ട് എടുക്കാം, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. സോ സെർച്ച് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇതുപോലെ ഇനിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്ന് പറയുന്നത്. ഈ വാലറ്റ് വഴിയാണ് നമ്മൾ വാലറ്റ് അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വൺസ് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോഡ് അടിക്കാൻ പറയും. ആ കോഡ് നിങ്ങൾ മറന്നു പോകരുത്, ആ ഒരു കോഡ് അടിക്കുക. കോഡ് അടിച്ചതിന് ശേഷം മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സീക്രട്ട് ഫേസ് കോഡ് നിങ്ങളവിടെ
മാനുവലി പാക്കപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു 12 ഡിജിറ്റൽ ഒരു പേരുകളായിരിക്കും. ആ പേരുകൾ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. കാര്യം ഫ്യൂച്ചറിൽ വൺസ് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് ലോസ് ആവുകയോ നിങ്ങൾ ഇതിൻ്റെ പാസ്വേഡോ എന്തെങ്കിലും നിങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ ഈ ഒരു സീക്രട്ട് ഫേസ് IDs ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് റിക്കവർ ചെയ്യാൻ പറ്റൂ. എനിക്കത് കാണിച്ച് തരാനായിട്ട് പറ്റത്തില്ല. കാര്യം ഇവിടെ ഇങ്ങനെയാണ് കിടക്കുന്നത്. സ്ക്രീൻഷോട്ടിൽ അത് നമുക്ക് അലോ ചെയ്യത്തില്ല. സോ അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അതിനുശേഷം അതനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അത് അടിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ബിറ്റ്കോയിൻ്റെ മാർക്കറ്റിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിസീവ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു റിസീവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു വാലറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് വേറെ ആയിരിക്കും. ഈ ഒരു വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കോപ്പി ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. എങ്ങനെ സെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളിവിടെ സെൻഡ് നമ്പർ, നിങ്ങൾക്കിപ്പം നിങ്ങളുടെ കയ്യിൽ ഇവിടെ ഒരു ബിറ്റ്കോയിൻ ഉണ്ട്. ഈ ഒരു ബിറ്റ്കോയിൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെൻഡിനകത്ത് ഓപ്ഷൻ ഉണ്ട്. സെൻഡ് ക്ലിക്ക് ചെയ്യുക. സെൻഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലായിരിക്കും നിങ്ങൾക്ക് സ്ക്രീൻ വരുന്നത്. ഈ സ്ക്രീനിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എത്ര ബിറ്റ്കോയിൻ ആണോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ടത് അതിവിടെ അടിച്ചു കൊടുക്കുക. ക്ലിയർ ആയല്ലോ? ഒന്നും കൂടെ പറയാം. നിങ്ങൾ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ഒന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഒരു സീക്രട്ട് ഫേസ് നിങ്ങൾ സേവ് ചെയ്തതിന് ശേഷം മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾ ബിറ്റ്കോയിൻ എടുക്കുക. ബിറ്റ്കോയിൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെൻഡ് ഉണ്ട്, റിസീവ് ഉണ്ട്, ബൈ ഉണ്ട്. ഈ ട്രസ്റ്റ് വാലറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ വാങ്ങിക്കാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം വാങ്ങിച്ചതിന് ശേഷം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞെങ്കിൽ ലൈക്ക് നമ്മുടെ ഫോൺ പേയുടെ കോമൻസ് ആ ഒരു ഇത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഇവിടെ റിസീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ റിസീവിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു വാലറ്റ് അഡ്രസ്സ്, ഓക്കെ, ഫോൺ പേയിൽ നിങ്ങളുടെ ആ ഒരു നമ്പർ അല്ലെങ്കിൽ UPI ID കിട്ടുന്ന പോലെ ആ ഒരു ID നിങ്ങൾക്ക് കിട്ടും. ആ ഒരു അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക. ഇനി ഫ്രണ്ടിന് നിങ്ങൾക്ക് ബിറ്റ്കോയിൻ സെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സെൻഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളെപ്പോലെ ഇതുപോലെ അഡ്രസ്സ് ഫ്രണ്ടിനും കാണും, അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബിറ്റ്കോയിൻ ആണ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക, വേറെ ഒന്നും പേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, അതുപോലെ നിങ്ങൾ എത്ര ബിറ്റ്കോയിൻ ആണോ സെൻഡ് ചെയ്യുന്നത് അതിവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഏത് ക്രിപ്റ്റോ കറൻസിയിലും പോയിട്ട് നിങ്ങൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ എത്തേറിയം ആണെങ്കിൽ എത്തേറിയത്തിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സോ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഓരോ ക്രിപ്റ്റോ കറൻസിക്കും ഓരോ അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കുക. കാര്യം അത് ഓരോന്നും ഓരോ ബ്ലോക്ക് ചെയിനിലല്ലേ. സോ നിങ്ങൾ ഒരിക്കലും ഇവിടെ കൊണ്ടുവന്നിട്ട് ബിറ്റ്കോയിൻ്റെ ഇതെടുത്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് മേ ബി ബിറ്റ്കോയിൻ ആണ് വേണ്ടതെങ്കിൽ നിങ്ങളിവിടെ ഇതിപ്പം എത്തേറിയം ആണ് ഇവിടെ കിടക്കുന്നത്. ഈ എത്തേറിയം പിടിച്ച് ബിറ്റ്കോയിൻ്റെ അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ കാശ് മൊത്തം പോകുന്നതാണ്. അതുകൊണ്ട് ബിറ്റ്കോയിൻ ആണെങ്കിൽ ബിറ്റ്കോയിൻ്റെ അഡ്രസ്സ് എടുത്ത് ബിറ്റ്കോയിൻ സെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫ്രണ്ടിനടുത്ത് ബിറ്റ്കോയിൻ്റെ അഡ്രസ്സ് സെൻഡ് ചെയ്ത് തരാൻ പറയുക. നിങ്ങൾ ബിറ്റ്കോയിൻ ആണ് അയക്കുന്നതെങ്കിൽ ഏത് ക്രിപ്റ്റോ കറൻസിയിലും ഈ റൂൾ ഫോളോ ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഇതുപോലാണ് നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിൻ്റെ ഇൻ്റർഫേസ് കിട്ടുന്നത്. ഇതല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തപ്പിയാൽ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. സോ ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഒരു ഇടനിലക്കാരനില്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസികൾ സെല്ല് ചെയ്യുന്നവരുടെ അടുത്ത് പോയി നിങ്ങൾക്ക് ബിറ്റ്കോയിൻ വാങ്ങിക്കാൻ പറ്റും. ഇനി നമുക്ക് അങ്ങനെ സെല്ല് ചെയ്യുന്ന ഒരാളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഒരാളെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്ചേഞ്ച് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇല്ലേ, ഇന്ത്യയിൽ ഇപ്പം നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങിക്കാനും വിൽക്കുവാനും ഒരുപാട് എക്സ്ചേഞ്ചുകളുണ്ട്. അതുപോലെ ക്രിപ്റ്റോ കറൻസിയിലും ഒരുപാട് എക്സ്ചേഞ്ചസ് ഉണ്ട്. അവിടെ ചെന്നിട്ട് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് പ്ലേസ് പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ ചന്ത പോലെ. അതായത് അവിടെ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ഏത് ക്രിപ്റ്റോ കറൻസി ആയാലും ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട്. ഡെയിലി സെക്കൻഡുകളിൽ അവിടെ വരികയും ചെയ്യുന്നുണ്ട്, സെല്ല് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓർഡറുകൾ ഇടുകയും ചെയ്യുന്നുണ്ട്. നമ്മളുടെ മാർക്കറ്റിൽ ഒരു ചന്ത പോലെ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ട് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കാൻ പറ്റും. അവിടെ ബിറ്റ്കോയിൻ്റെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ വാങ്ങിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ P2P എന്ന് പറയുന്ന ഫംഗ്ഷൻ എല്ലാ ബ്ലോക്ക് ചെയിനിലും ഇപ്പോൾ ഉണ്ട്. എല്ലാ എക്സ്ചേഞ്ചുകളിലും ഇപ്പോൾ ഉണ്ട്. സോ ഈ ഒരു ഏതൊരു എക്സ്ചേഞ്ചിൽ ഞാൻ താഴെ ഇനി പറയാൻ പോകുന്ന എക്സാമ്പിളുള്ള എക്സ്ചേഞ്ചുകളിൽ പോയിട്ട് നിങ്ങളുടെ ലോക്കൽ കറൻസി ആ ഒരു P2P രീതിയിൽ നിങ്ങൾക്ക് ലോക്കൽ കറൻസി ഉപയോഗിച്ച് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പം എനിവേ ഈ ഒരു എക്സ്ചേഞ്ചുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു മൂന്നാമത് ഇത് വിൽക്കുന്ന ഒരാളെ കണ്ടെത്താൻ നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് എക്സ്ചേഞ്ചിൽ പോകാം. അവിടെ എക്സ്ചേഞ്ച് ഒരു ഇടനിലക്കാരനായിട്ട് നിന്നിട്ട് ഈ ബൈ ചെയ്യുന്നവരെയും സെല്ല് ചെയ്യുന്നവരെയും കണക്ട് ചെയ്തിട്ട് ഒരു മാധ്യമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നത്. സോ അങ്ങനെ സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന എക്സ്ചേഞ്ചുകളാണ്. ഒന്നാമത്തത് ബിങ്കെക്സ്, ബൈബിറ്റ്, ബിനാൻസ് ടോപ്പായിട്ടുള്ള എക്സ്ചേഞ്ചുകളാണ്. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് കയറി രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഈ എക്സ്ചേഞ്ച് വഴി നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കുവാനും സെല്ല് ചെയ്യാനും സാധിക്കും. സോ അടുത്ത അധ്യായത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബിങ്കെക്സ് എന്ന് പറയുന്ന
തന്നെ എക്സ്ചേഞ്ചിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതുപോലെ ഈ എക്സ്ചേഞ്ചുകൾക്ക് പല ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകളുണ്ട്, അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. സോ ഈ ഒരു എക്സ്ചേഞ്ചുകളുടെ മെയിൻ പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് ബിറ്റ് കോയിനുകൾ വാങ്ങിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൂക്ഷിക്കാം. അതിനുശേഷം പ്രൈസ് ഉയരുന്ന സമയത്ത് നമ്മൾ ഗോൾഡ് വാങ്ങിക്കില്ലേ, അതുപോലെ പ്രൈസ് ഉയരുന്ന സമയത്ത് ഇതേ എക്സ്ചേഞ്ച് യൂസ് ചെയ്ത് നമുക്ക് അവിടെ സെല്ല് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം. നമ്മൾ ക്രിപ്റ്റോ കറൻസിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന അങ്ങനെ തന്നെയാണല്ലോ, കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങിച്ചിട്ട് നാളെ വില കൂടുമ്പം വിൽക്കുന്നു. സോ എക്സ്ചേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിറ്റ് കോയിനോ ഏത് ക്രിപ്റ്റോ കറൻസിയോ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഹോൾഡ് ചെയ്തിട്ട് ഷോർട്ട് ടൈമിലേക്ക് നിങ്ങൾക്ക് വില കൂടുമ്പോൾ സെല്ല് ചെയ്ത് കളയാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 2 രീതിയിൽ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒന്നാമത്തെ രീതി ഈ പറയുന്ന പോലെ പിയർ ടു പിയർ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാം. 2 എക്സ്ചേഞ്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ നിങ്ങൾക്ക് ലോങ് ടൈമിലോട്ടാണ് നിങ്ങൾ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ഏത് ക്രിപ്റ്റോ കറൻസിയെ വാങ്ങിച്ച് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, ലൈക്ക് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തേക്ക് ഞാൻ തിരിഞ്ഞ് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സോഫ്റ്റ്വെയർ വാലറ്റുകൾ മാത്രമേ യൂസ് ചെയ്യാവൂ, ലൈക്ക് ട്രസ്റ്റ് വാലറ്റ്, കോയിൻ ബേസ് വാലറ്റ്. കാര്യം ഈ ഇടയ്ക്ക് വസീറിക്സിൽ ഹാക്ക് നടന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സോ എക്സ്ചേഞ്ചിൽ ഹോൾഡ് ചെയ്യുന്നതിന് ഒരുപാട് റിസ്ക് ഉണ്ട്. കാര്യം അതിൻ്റെ സെൽഫ് കസ്റ്റഡി മൊത്തവും നമ്മളുടെ കയ്യിലായിരിക്കത്തില്ല, അത് വേറൊരാളുടെ കയ്യിലായിരിക്കും. എക്സ്ചേഞ്ചുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇടയ്ക്ക് ഒരു ഇടനിലക്കാരൻ ഉണ്ടാവും. സോ അവർ ഡയറക്റ്റ് ബ്ലോക്ക് ചെയിനുമായിട്ട് നമുക്ക് അവിടെ ഒരു ഇൻട്രാക്ഷൻ വരുത്താൻ സാധിക്കാത്തത് കൊണ്ട് എപ്പോഴും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ വാലറ്റുകൾ മാത്രം നിങ്ങളൊരു ലോങ് ടൈമിലോട്ട് അല്ലെങ്കിൽ ഒരു പറഞ്ഞ പോലെ വാങ്ങിച്ചിട്ട് പിന്നെ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് തിരിഞ്ഞ് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് വാലറ്റ്, കോയിൻ ബേസ് വാലറ്റ് അങ്ങനെയുള്ള വാലറ്റുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിലെ സീഡ് ഫേസ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക, അത് പ്രത്യേകം ഓർത്ത് വെക്കുക. പിന്നെ ഇതിനകത്ത് KYC കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനൊരു ലക്ഷ്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് പരിഗണിക്കുക. ഷോർട്ട് ടൈമിലോട്ട് നിങ്ങൾ ഡെയിലി ഇന്ന് വാങ്ങിച്ച് എനിക്ക് നാളെ സെല്ല് ചെയ്യണം, നാളെ ഞാൻ വാങ്ങിച്ച് അതിൻ്റെ മറ്റന്നാൾ സെല്ല് ചെയ്ത് അങ്ങനെ ഡെയിലി നിങ്ങൾ ലാഭം ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഡെയിലി നിങ്ങളൊരു ട്രേഡിങ് ഇതിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ചേഞ്ച് ഡിപ്പെൻഡ് ചെയ്യാം, എക്സ്ചേഞ്ചിൽ വാങ്ങിച്ച് സൂക്ഷിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലോങ് ടൈമിലോട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാശ് മുടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ വാലറ്റുകൾ മാത്രം നിങ്ങൾ ആശ്രയിക്കുക എന്നുള്ളതാണ്. എക്സ്ചേഞ്ചിൽ ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകളുണ്ട്, അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. സോ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ലൈവായിട്ട് എക്സ്ചേഞ്ചിനെ പറ്റി ഡീപ്പായിട്ട് പഠിക്കണം. കാര്യം ഈ എക്സ്ചേഞ്ച് വഴിയാണ് നമ്മൾ ഇനി വരുന്ന വീഡിയോകളിൽ നിങ്ങളുടെ ക്രിപ്റ്റോ ജേണിയിൽ നിങ്ങൾ കാശ് ഉണ്ടാക്കുന്നതും ഒക്കെ ഈ ഒരു എക്സ്ചേഞ്ച് വഴിയാണ്. സോ എക്സ്ചേഞ്ചിൽ അത് ഏതൊക്കെ മെത്തേഡിൽ വഴി നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൻ്റെ ഇപ്പോൾ ബിങ്കെക്സിൽ തന്നെ നിങ്ങൾ പോയി നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടേരെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഓരോ കാര്യങ്ങളും, അതിലെങ്ങനെ ഒരു ട്രേഡ് ഓപ്പൺ ചെയ്യാം, അതിലെങ്ങനെ ഒരു ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കാം, ഹോൾഡ് ചെയ്യാം, സെല്ല് ചെയ്യാം, അതുപോലെ അതിൻ്റെ ഫ്യൂച്ചേഴ്സ് ട്രേഡ് എങ്ങനെ ചെയ്യാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലേണിംഗ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ആണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് കൊടുക്കുക. നമ്മളുടെ വെബ്സൈറ്റിലാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് ആക്സസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ ചാപ്റ്ററിന് ശേഷവും നിങ്ങൾക്ക് ക്വിസസ് വരും, അത് നിങ്ങൾ ആൻസർ ചെയ്ത് തന്നെ മുമ്പോട്ട് പോവുക. അത് നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.